നമസ്കാരം. ലോകത്ത് ഏറ്റവും കഷ്ടപ്പെടുത്തുന്ന ജോലി സമയം ഉള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണോ? അത് അങ്ങനെയാണ് എന്ന് പറയുകയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ്ങിൽ ജോലി ചെയ്യുന്ന അന്ന സെബാസ്റ്റ്യൻ പേരയിലിന്റെ മരണശേഷം ആദ്യം പരിഗണിക്കേണ്ടത് ILOയുടെ വർക്കിംഗ് ടൈം ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് അറൌണ്ട് ദ വേൾഡ് എന്ന റിപ്പോർട്ടാണ്. ലോകത്ത് സുദീർഘമായ ജോലി സമയം ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ 51% തൊഴിലാളികളും 49 മണിക്കൂറിലേറെ ഒരാഴ്ചയിൽ ജോലി ചെയ്യുന്നവരാണ്. ജോലിഭാരം താങ്ങാനാകാതെ അവശരാകുന്ന ബേൺ ഔട്ട് എന്ന സ്ഥിതി ഇന്ത്യയിലെ 62% ജീവനക്കാരും അനുഭവിക്കുന്നു. ഇതിന്റെ ആഗോള ശരാശരി 20 മാത്രമാണ്. ലോകത്ത് 20% ആളുകൾ മാത്രം ജോലി സമ്മർദ്ദത്തിൽ വീണു പോകുമ്പോൾ ഇന്ത്യയിൽ അത് 62% എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഗൗരവം പുറത്തുവരും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ആഗോള കമ്പനികൾ ഊറ്റുന്ന ഇന്ത്യയുടെ ഊർജം. ഇന്ത്യയിലേക്ക് വരുന്ന ആഗോള കമ്പനികളെല്ലാം ലക്ഷ്യമിടുന്നത് 12 മുതൽ 16 മണിക്കൂർ വരെ ജീവനക്കാരെ പണിയെടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തൊഴിൽ രംഗത്ത് ഇത്രയേറെ അസ്ഥിരതയുള്ള രാജ്യത്ത് അത് നഷ്ടപ്പെടാതിരിക്കാൻ ജീവനക്കാർ ഏത് കഷ്ടപ്പാടിനും വഴങ്ങും. രാജ്യാന്തര ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഒന്ന് മറിച്ചു നോക്കിയാൽ തന്നെ ഒരു കാര്യം വ്യക്തമാകും. എന്തുകൊണ്ടാണ് കാനഡയിലേക്കും നെതർലൻഡ്സിലേക്കുമൊക്കെ മലയാളികൾ കൂട്ടത്തോടെ ചേക്കേറുന്നത്? കാനഡയിൽ ശരാശരി ജോലി സമയം ആഴ്ചയിൽ 32.1 മണിക്കൂറാണ്. നെതർലൻഡ്സിൽ അത് 31.6 മണിക്കൂർ. ആഴ്ചയിൽ 5 ദിവസം 6 മണിക്കൂർ 25 മിനിറ്റ് വീതം പണിയെടുത്താൽ മതി എന്നർത്ഥം. ഇന്ത്യയിൽ ശമ്പളം കിട്ടണമെങ്കിൽ 6 ദിവസം 8 മണിക്കൂറിലേറെ ഇതേ കമ്പനികളിൽ തന്നെ ജോലിയെടുക്കണം. 49 മണിക്കൂർ ശരാശരി എന്ന് പറയുമ്പോഴും 58 മണിക്കൂർ വരെ ആഴ്ചയിൽ പണിയെടുപ്പിക്കുകയാണ് രാജ്യാന്തര കമ്പനികൾ. കമ്പനികളുടെ മാത്രം കാര്യമല്ല. കൊൽക്കത്തയിൽ ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട ഡോക്ടർ 36 മണിക്കൂർ ഷിഫ്റ്റിലാണ് പണിയെടുത്തിരുന്നത് എന്ന് മറക്കാതിരിക്കാം. ILOയുടെ കണക്കനുസരിച്ച് ഇന്ത്യയേക്കാൾ മോശമായി ജോലി സമയം ഉള്ള രാജ്യങ്ങളിൽ UAEയും ഖത്തറും ഉണ്ട്. ഇന്ത്യയിലെ ഒരു ജീവനക്കാരൻ ഒരു വർഷം എടുക്കുന്ന ജോലിയുടെ കണക്കെടുത്താൽ അന്തരത്തിൽ അല്പം കൂടി വ്യക്തത കൈവരും. ഇന്ത്യയിൽ ഒരു വർഷം ഒരാൾ ജോലി എടുക്കുന്നത് 2100 മണിക്കൂർ വരെയാണ്. ചൈനയാണ് ഇപ്പോൾ മുകളിൽ, 2150 മണിക്കൂർ പണിയെടുപ്പിക്കുന്നു. 4000 മണിക്കൂർ വരെ പണിയെടുപ്പിച്ചിരുന്ന ദക്ഷിണ കൊറിയ ഇപ്പോൾ ഏറെ താഴെ എത്തി. 1950 മണിക്കൂർ വരെയേ ഇപ്പോൾ കൊറിയയിൽ ഉള്ളൂ. അമേരിക്കയിൽ 1800 മണിക്കൂറും ജർമ്മനിയിൽ അത് 1400 മാത്രമാണ്. ഇന്ത്യയിലെ തൊഴിൽ സ്ഥിതി എവിടെ നിൽക്കുന്നു എന്നറിയാൻ മറ്റൊരു ചാർട്ട് കൂടിയുണ്ട്. കുറഞ്ഞ ശമ്പളമുള്ള ഇന്ത്യയിലെ ജീവനക്കാരിൽ 35 മണിക്കൂറിൽ താഴെ ജോലി മതി എന്ന സ്ഥിതി ഉള്ളത് 10% താഴെ ആളുകൾക്കാണ്. അല്പം കൂടി ഗുരുതരമായ മറ്റൊരു കണക്കുകൂടി നോക്കാം. കോവിഡ് കാലത്ത് തൊഴിലാളികൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നറിയാൻ ഒരു ഗ്രാഫ് ഉണ്ട്. ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയിൽ കോവിഡ് കാലത്ത് 25% തൊഴിലാളികളും 48 മണിക്കൂറിലേറെ ജോലി ചെയ്തു. അതാണ് ചുവന്ന വര. ലാറ്റിൻ അമേരിക്കയിൽ അത് 20%-ൽ താഴെയാണ്. കറുത്ത വരയിൽ ഏറ്റവും താഴെ കാണുന്നത് കിഴക്കൻ യൂറോപ്പ്. അവിടെ 5%-ൽ താഴെ ജോലിക്കാർക്ക് മാത്രമേ കോവിഡ് കാലത്ത് പോലും 48 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ. ILOയുടെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ജോലി സമയത്തെക്കുറിച്ചല്ല. ഈ സ്ഥാപനങ്ങളൊക്കെ അതത് രാജ്യത്തെ നിയമം കടലാസിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ജീവനക്കാർക്ക് നൽകുന്ന ലക്ഷ്യം അഥവാ ടാർഗറ്റാണ് പ്രശ്നം. പലർക്കും ഓഫീസ് സമയത്തിനു പുറമെ വീട്ടിലിരുന്നും അത്രയും സമയം കൂടി ജോലി എടുത്താൽ മാത്രമേ ലക്ഷ്യം നേടാൻ കഴിയൂ. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും IT പ്രൊഫഷണൽസും എല്ലാം നേരിടുന്നത് ആലോചിക്കാൻ കഴിയാത്ത സമ്മർദ്ദമാണ്. മുമ്പൊക്കെ ഒരാഴ്ച എടുത്ത് ഒരു ഓഡിറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത് ആഴ്ചയിൽ 3ഉം 4ഉമായി. പരിശോധനയിൽ വീഴ്ചയുണ്ടായാൽ പ്രൊഫഷണൽ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നവരും കടന്നു പോകുന്നത് ഇത്തരം സമ്മർദ്ദങ്ങളിലൂടെയാണ്.
അന്ന സെബാസ്റ്റ്യൻ പേരയിൽ കടന്നുപോയതും ഇതേ നൂൽപാലത്തിലൂടെയാണ്. ഇന്ത്യയിൽ CA എന്ന കടമ്പ എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണെന്ന് അതിന്റെ വഴികളിലൂടെ ഒരിക്കലെങ്കിലും പോയി നോക്കിയവർക്ക് അറിയാം. സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുക എന്നതുപോലെ തന്നെ ശ്രമകരമാണ് CA. അത്രയേറെ സമ്മർദ്ദങ്ങളിലൂടെ വിജയകരമായി കടന്നുപോയവരാണ് ആഗോള കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്ന ജോലി സാഹചര്യങ്ങളിൽ വീണുപോകുന്നത്. ഈ കമ്പനികളുടെ എല്ലാം ആസ്ഥാനങ്ങളുള്ള രാജ്യങ്ങളിൽ 36 മണിക്കൂറാണ് ശരാശരി ജോലി സമയം. ആഴ്ചയിൽ 2 ദിവസം ഒഴിവിന് പുറമെ വർഷം വിവിധ സാഹചര്യങ്ങളിൽ 30 അവധി വരെ അനുവദിക്കും. ഇതുകൂടാതെ വർഷത്തിൽ 12 ദിവസം വരെ വിനോദസഞ്ചാര അവധി നൽകുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രം ജോലി എന്ന തിരിച്ചറിവ് വികസിത രാജ്യങ്ങളിൽ ഉണ്ട്. എന്നാൽ ജോലിയാണ് ജീവിതം എന്ന നില ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളിലാണ്. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടാനുള്ള സാഹചര്യം കുറവാണ് എന്നതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം. എത്ര മികവ് പുലർത്തുന്നവർക്ക് പോലും രാജിവെച്ചാൽ കൂടുതൽ മോശമായ തൊഴിൽ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരും. അന്ന സെബാസ്റ്റ്യൻ ഉണ്ടായതുപോലുള്ള അനുഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്നുകൂടിയാണ് ഇപ്പോഴുയരുന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.